ഞാനിതിനെ ഒരു ആം ആദ്മി പാർട്ടി എന്ന ഒരു കുടിൽ വ്യവസായ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള അന്തർസംഘർഷങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്വാതി മാലിവാൾ എന്ന് പറയുന്ന നമുക്ക് ഇതിനകത്ത് ആഹ്, ഈ സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആഹ്, ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടം, ആ സമയത്ത് സ്മൃതിയോ നമ്മൾ ആരെങ്കിലുമോ എ- സഞ്ജയ് സിംഗ് അല്ലാത്ത വേറെ ഏതെങ്കിലും എം പിയെ ഈ സമരമുഖത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ, രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ ഫണ്ട് റൈസർ ഉണ്ട്. പഞ്ചാബ് ഭരിക്കുന്ന ആളാണ് അത്. പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവായിട്ടാണ് രാഘവ് ചദ്ദയെ നിയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം രാജ്യസഭാംഗമാണ്. ഇപ്പോൾ സ്വാതി മാലിവാൾ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്, പിന്നീട് രാജ്യസഭാംഗത്വം നൽകുന്നു. ആ, അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം എൻ ജി ഒ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വ്യക്തിപരമായ സുഹൃത്തു കൂടിയാണ് കേട്ടോ ഈ സ്വാതി മാലിവാൾ എന്ന് പറയുന്ന വനിത. അവർ തമ്മിൽ വലിയ അടുപ്പമുള്ള ആളുകളാണ് വ്യക്തിപരമായി. നോക്കൂ, അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ഈ സമരമുഖത്ത് കണ്ടിട്ടില്ല. ഇപ്പം നമ്മളെന്താണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയെ പോലെ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ എന്ത് ചെയ്തു? അവർ സമരമുഖത്തുണ്ടായിരുന്നു. അവർ വലിയ നിലയിൽ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം രൂപപ്പെടുത്തി. ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇത്രയധികം ജനശ്രദ്ധയിൽ വന്നത്. ഇന്ന് നോക്കുക, അരവിന്ദ് കെജ്രിവാളിനേക്കാളും മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഹേമന്ത് സോറൻ ജയിലിൽ നിൽക്കുന്നു. അതേസമയം ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഇടക്കാല ജാമ്യം ലഭിച്ച് തിരികെ വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവരെ ഒന്നും നേരത്തെ ഈ പറയുന്ന സമരമുഖത്ത് കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതി മാലിവാൾ ആ സമയത്ത് ന്യൂയോർക്കിലായിരുന്നു അല്ലേ? സഹോദരിയുടെ അസുഖം എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലേക്ക് പോയി. രാഘവ് ചദ്ദയും ലണ്ടനിലായിരുന്നു, വിദേശത്താണ്. അപ്പോൾ അവരൊന്നും ആ ആ ആ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എം പിമാരെന്നൊക്കെ പറയുന്നത് ഈ രാജ്യസഭാംഗങ്ങളായി വെച്ചിട്ടുള്ള ഒന്നും പാർട്ടി നേതാക്കളെ ആയിരുന്നില്ല. അവരൊക്കെ തന്നെയും ഈ പറയുന്ന ഫണ്ട് റൈസേഴ്സോ അല്ലെങ്കിൽ ഫണ്ട് നൽകാൻ കഴിയുന്ന ആളുകളെയോ ആണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗങ്ങളാക്കി അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ സ്വാതി മാലിവാളിൻ്റെ, ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവനുസരിച്ച് എത്ര കണ്ട് പൂർണ്ണമായും ശരിയാണെന്നറിയില്ല, പക്ഷേ ഒരു ഇൻസൈഡ് സ്റ്റോറി എന്ന് പറയുന്നത് സ്വാതി മാലിവാളിനെ വീട്ടിലേക്ക് കയറ്റണ്ട എന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കുന്നു. അങ്ങനെ പക്ഷേ സ്വാതി മാലിവാൾ ഒരു ദിവസം കയറി വരുന്നു. സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവിടുത്തെ ഗേറ്റിലുള്ള പോലീസുകാർക്ക് അറിയില്ല. അവർ സ്വാഭാവികമായിട്ടും രാജ്യസഭാംഗമായിട്ടുള്ള സ്വാതി മാലിവാൾ അകത്തേക്ക് കയറി വരുന്നതിന് തടഞ്ഞില്ല. പക്ഷേ ഇവിടെ ഡ്രോയിങ് റൂമിലിരുന്ന സ്വാതി മാലിവാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. സ്വാതി മാലിവാളിനെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള വിഷയം വന്നു. ആ സമയത്താണ് ഈ വൈഭവ് കുമാർ അവിടെ വന്നത്. വൈഭവ് കുമാറിനെ ആയിട്ട് അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. ആ സംഭാഷണം ഉണ്ടായ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതി മാലിവാൾ ഒരു ഒറ്റ അടി കൊടുത്തു. ആ അടി കൊടുത്ത സമയത്ത് അറഞ്ചം പുറഞ്ചം തിരിച്ചും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അടിയുണ്ടായിട്ടുണ്ട്, കായികമായ ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഒന്ന് ഈ സ്വാതി മാലിവാൾ ഏറ്റവും വലിയ ക്രൈസിസ് നോക്കുക, അവരെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കി, അതിനുശേഷം അവരെ രാജ്യസഭാ മെമ്പറാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂറ് പ്രതീക്ഷിക്കുമല്ലോ. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മണിയടിച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ആ പാർട്ടിയിൽ ഇടം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ആ പാർട്ടിയിൽ നിന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ യോഗേന്ദ്ര യാദവിനെ അറിയാം അല്ലേ, പ്രശാന്ത് ഭൂഷണെ കുറിച്ച് അറിയാം. അവരൊക്കെയായിരുന്നു ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. അവരെയൊക്കെ പുറന്തള്ളിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇതൊരു കുടിൽ വ്യവസായമാക്കി മാറ്റിയിട്ടുള്ളത്. അതിനൊരു സംഘടനാ സംവിധാനമൊന്നുമില്ല, അതിനൊരു പ്രത്യയശാസ്ത്രമൊന്നുമില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ബി ജെ പിക്കെതിരെ പറയുന്ന പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടും കാതലുണ്ട് എന്നുള്ളത് കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടിൽ വ്യവസായ പാർട്ടിയിൽ സ്വാഭാവികമായും സംഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എം പി വരുമ്പോൾ വരണ്ട എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, വന്നു കഴിഞ്ഞ് ഡ്രോയിങ് റൂമിൽ ഇരിക്കുമ്പോൾ പി എ പോയി സംഘർഷത്തിൽ ഏർപ്പെടുക, എന്നിട്ട് അടി വാങ്ങുക, അടി വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരിക. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പോൾ പുറത്താക്കുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടില്ലേ? ഒരു എം പിയാണ് പിടിച്ച് പുറത്താക്കുന്നത്. ഒരു വനിതാ സെക്യൂരിറ്റി ഗാർഡാണെങ്കിൽ പോലും പിടിച്ച് തള്ളുന്നുണ്ട് അല്ലേ? പിടിച്ച് തള്ളുന്ന പുറത്താക്കലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടായതായി കാണുന്നില്ല എന്ന് പറയുന്നതിലൊന്നും യുക്തിയില്ല. കാരണം അടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഊക്കിൽ പുറത്തേക്ക് പോകുമല്ലോ, അത്രയും ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ
ഒരു പ്രത്യയശാസ്ത്രം ഇല്ലാത്ത പാർട്ടി, ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത പാർട്ടി, ഒരു നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയേ, ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഒരു കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലിട്ടപ്പോൾ ഇവരൊക്കെ പൊടിയും തട്ടി എൻ്റെ സഹോദരിക്ക് സുഖമില്ല, എനിക്ക് നെഞ്ചിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ് വിദേശത്ത്, ഈ രാജ്യത്ത് പോലും ഇല്ല, വിദേശത്ത് പോവാണ്. ബാക്കി എം പിമാരെ കുറിച്ച് കേട്ട് കഴിയുകയില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇവരൊക്കെ ചാന്ദിനി ചൗക്കിൽ നിന്ന് വരുന്ന ഈ പറയുന്ന വലിയ ഫണ്ട് റൈസേഴ്സാണ്. ആ ഫണ്ട് റൈസേഴ്സ് ആയിട്ട് മാത്രമാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത്. അവരോട് വേറെ രാഷ്ട്രീയ പ്രക്രിയ ഒന്നും നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരൊന്നുമില്ല. ആകെ ഉള്ളത് കുറച്ച് സഞ്ജയ് സിംഗും ആതിഷി അടക്കമുള്ള കുറച്ച് ആളുകളും മാത്രം എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്താ പറയേണ്ടത്, സ്വയം കൃതാനർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഒരു കുടിൽ വ്യവസായത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം. അപ്പോൾ കുരുക്കാനല്ല. ഇപ്പോൾ അവിടെ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം ഇറങ്ങിയിട്ടുണ്ട്. ഒരു സാധാരണഗതിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമായ ഉപയോഗിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് കയ്യിൽ നിന്ന് വീണു പോയിട്ടുള്ള ഒരു പിശകാണെങ്കിൽ തന്നെയും അത് ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്താൻ BJP ഇനി ശ്രമിക്കും. 25-ാം തീയതി ഇലക്ഷനാണ്. 25-ാം തീയതി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ ആംഗിൾ വരും എന്നറിയില്ല. ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ സ്വാതി മാലിവാൾ കെജ്രിവാളിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു എന്ന് വിചാരിക്കാം. ഡ്രോയിങ് റൂമിൽ നിന്ന് അവരുടെ മുഖ്യമന്ത്രിയുടെ വസതിയുടെ ഇൻസൈഡ് പോർഷനിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന വൈഭവ് കുമാർ ഇടപെടുന്നത്. അഥവാ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസൻസ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും കൊഴുപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം കൊഴുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ തന്നെയാണ്, അത് കൊടുക്കാൻ രാഷ്ട്രീയമായി ഉപയോഗിക്കും. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നത് BJP അപ്രതീക്ഷിതമായി ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വലിയ അടിയാണ്. ആ അപ്രതീക്ഷിതമായി ഏറ്റുവാങ്ങിയിട്ടുള്ള അടിയിൽ നിന്ന് അല്പം ഒരു ആശ്വാസമായിരിക്കുന്നു. ആ ആശ്വാസം അവർ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അത് എത്ര കണ്ട് പോകും, 25-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ, എത്ര വരെ പോകും എന്നുള്ളത് കണ്ടറിയണം. Meet the editors.